ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശിനെയാണ്. അങ്ങനെ ആദർശ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നയനയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതെ, വിഷു കഴിഞ്ഞിട്ടെങ്കിലും നീ അങ്ങോട്ടേക്ക് വരുമോ? അതെന്താ ആദർശേട്ടൻ അങ്ങനെ ചോദിച്ചത്? അത് പിന്നെ വേറൊന്നും കൊണ്ടും അല്ല ചോദിച്ചത്. അത് പിന്നെ ആദർശേട്ടാ, അധികം നേരം എനിക്ക് ആദർശേട്ടനെ കാണാതിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ അമ്മയുടെ വണ്ടി നീ വരുമ്പോഴേ കൊണ്ടുവരത്തുള്ളോ? അല്ല, അത് ഞാൻ ഡ്രൈവറിനോട് പറയാൻ കൊണ്ടുവരാനായിട്ട്. ആ, എങ്കിൽ പിന്നെ ശരി, ഞാൻ പോകുക, ഇനി ഞാൻ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ആദർശ വണ്ടി കയറി അങ്ങ് പോവുകയാണ് കേട്ടോ. പോകുന്നത് വരെ നയനയ്ക്ക് ചങ്കിടുപ്പായിരുന്നു. ചങ്കിടുപ്പ് അതുപോലെ അവിടെ നിന്നത്. ഏതായാലും ആദർശ് പോയി കഴിഞ്ഞപ്പോഴാണ് നയനയ്ക്ക് ആശ്വാസമായത്. നയന ഓടി നേരെ ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക്. ഈ സമയത്ത് നമ്മുടെ ദേവയാനി ഇറങ്ങി വന്നു. അങ്ങനെ ദേവയാനി ഇറങ്ങി വന്നപ്പോഴത്തേക്കും കനക ചോദിച്ചു, അല്ല ഇവിടെ പറഞ്ഞൊക്കെ ദേവയാനി കേട്ടായിരുന്നോ? പറഞ്ഞതും കേട്ടു, അബദ്ധങ്ങൾ പറഞ്ഞതും കേട്ടു. ഞാന് നന്ദുവിനെ ഉപദേശിച്ചത് എന്തിനാ ഈ നയനമോള് പറഞ്ഞത്? അത് പിന്നെ ഞാന് തിരുത്തിയല്ലോ അമ്മേ. തിരുത്തിയാലും അവനെ മണ്ടനൊന്നുമല്ല. ഇനിയിപ്പൊ അവൻ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്നാ എന്റെ പേടി. അത് പിന്നെ അമ്മേ, എനിക്കും ആ പേടിയുണ്ടെന്ന് നയന പറഞ്ഞു. അതെ, അമ്മയുടെ കാർ ഇവിടെ കിടന്നതാ ആദർശേട്ടന് കൂടുതൽ സംശയമായത്. ഞാൻ ഡ്രൈവറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ആദർശ് പറഞ്ഞതൊക്കെ മോള് കേട്ടല്ലോ നന്ദു. നന്ദുവിനോടാ എനിക്ക് പറയാനുള്ളത്. അത് തന്നെയല്ലേ എല്ലാവരും നന്ദുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും മോളോട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് മോള് വേണം എല്ലാം മുൻകൈ എടുത്ത് ക്ലിയർ ആക്കാനായിട്ട്. അനാമികയും അനിയും അത്രയ്ക്ക് പൊരുത്തക്കേടുകളോട് കൂടിയാ മുന്നോട്ടേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മോളെല്ലാം അറിഞ്ഞു ചെയ്യണം. ഈ സമയത്ത് നമ്മുടെ നന്ദു അകത്തേക്ക് അങ്ങ് കയറിപ്പോയിട്ടോ. അപ്പോഴേക്കും ദേവയാനി നയനോട് പറഞ്ഞു, അല്ല എല്ലാവരും കൂടെ മോളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടോ? അത് പിന്നെ ഈ കാര്യത്തില് യാതൊന്നും നോക്കണ്ട. അവളെ വളരെ ഫ്രീ ആയിട്ട് നടന്ന പെൺകുട്ടിയായിരുന്നു. അനിയായിട്ടുള്ള അടുപ്പത്തിന് ശേഷം ആകെ ഡൗൺ ആയി പോയത്. ആ, അത് ശരിയാ. അനിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവൻ പിള്ളേരുകളി മാറിയിട്ടില്ലായിരുന്നു. അവനാണെങ്കിലും ഇപ്പം വലിയ സീരിയസും ആയിട്ടാണ് നടക്കുന്നത്. അവനും ഒരുപാട് മാറ്റങ്ങളുണ്ട്. നേരത്തെ കവിതയെക്കുറിച്ചൊക്കെ ആയിരുന്നു ചിന്ത. ഇപ്പൊ ആ ചിന്തയൊന്നുമില്ല. ഇപ്പൊ ഏത് നേരവും നന്ദുമോളെ കുറിച്ചാ ചിന്ത എന്നാ തോന്നുന്നത്. ഒരു ഫോണും എടുത്ത് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. പിന്നെ ഇത് തന്നെയാണല്ലോ ആദർശം പറയുന്നത്. അപ്പൊ കനക പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാളും ഒക്കെ പേടിയില്ല സത്യമായിട്ടും ദേവയാനി ചേച്ചി. അതുപോലെയാ ജോത്സ്യര് ഓരോന്നൊക്കെ പറയുന്നത്. അത് കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുക, വല്ലാതെ പേടിച്ചു വിറച്ച്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ കണ്ണ് കാണിച്ചു കേട്ടോ, മിണ്ടല്ലെന്നും പറഞ്ഞ്. അപ്പം ദേവയാനി അത് കണ്ടിട്ട് ദേവയാനി പറഞ്ഞു, ഇതെന്താ ഗോവിന്ദേട്ടൻ കണ്ണ് കാണിക്കുന്നത്? കനക പറയട്ടെ. അത് പിന്നെ വേറൊന്നുമല്ല, ഞാൻ ഒരു ദിവസം ജോത്സ്യനെ കണ്ടപ്പം ആ ജോത്സ്യൻ തറപ്പിച്ച പറഞ്ഞത് നന്ദൂട്ടൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെ തന്നെ വിവാഹം കഴിക്കുമെന്ന്. ഞാനപ്പോ പറഞ്ഞു സ്നേഹിക്കുന്ന പയ്യൻ വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ. അത് എന്തൊക്കെയാണെങ്കിലും ശരി, കറങ്ങി തിരിഞ്ഞ് അയാള് നന്ദൂട്ടന്റെ ജീവിതത്തിൽ തന്നെ തിരിച്ചു വരുന്ന ആ ജോത്സ്യര് പറഞ്ഞത് അത് കേട്ടപ്പോ മുതല് മനസ്സിന് സമാധാനമില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടെ പോയില്ലേ ആ പ്രായച്ചത്തെ കാവില്? അവിടെ പോയി ഞാനും കുറെ പൂജകളൊക്കെ ചെയ്തു. പൂജകളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കനകെ. ഒരിക്കലും അത് നടക്കാൻ പാടില്ല. ഒരിക്കലും അനിയും അനാമികയും തമ്മിൽ പിരിയാനും പാടില്ല. അവര് ഒന്നിച്ച് ജീവിക്കണം. അവന് ഒരു രണ്ടാം കെട്ടുകാരനാണെന്ന് മറ്റുള്ളവർ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ കനകെ. ഞങ്ങളുടെ കുടുംബത്തില് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, രണ്ടാം കെട്ട്. അതുകൊണ്ട് അത് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാ. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് കേട്ടോ. അപ്പൊ ആദർശ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏതായാലും ആദർശ് മനസ്സിൽ വിചാരിക്കുക, അമ്മ അവിടെ ഉണ്ടെന്നാ തോന്നുന്നത്. എല്ലാവരും നല്ല പതർച്ചയില. പക്ഷെ എല്ലാവരും എന്നിൽ നിന്ന് എന്തായിരിക്കും അത് മറച്ചു വെച്ചിരിക്കുന്നത്? എന്താ ഇനിയിപ്പം വേറെ വല്ല പ്രശ്നമുണ്ടോ? മറ്റാരെക്കാളും ഞാനാണ് അവരൊന്നിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല എങ്കിലേ അത് അവളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അങ്ങേയറ്റത്തെ വീഴ്ച തന്നെയാ. കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകുന്നത് വരെ രണ്ടുപേരെയും വീക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് കേട്ടോ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിയുടെ മറ്റേ ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ പേര് എപ്പോഴും ഞാൻ മറന്നു പോകും. അതായത് അസുഖക്കാരി, ഒരു കുഞ്ഞുള്ള ആ പെണ്ണിനെയാണ് കേട്ടോ. അപ്പം അഭി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അഭി കുറെ കൂടും കവറും ഒക്കെ ആയിട്ട് ആ പെണ്ണിനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തിനാണെന്ന് അറിയില്ല, കവറിൽ എന്തൊക്കെയാണെന്നും അറിയില്ല. ഏതായാലും കവറൊക്കെ ആയിട്ട്
നമ്മുടെ അഭി ഇറങ്ങി വന്നു. അഭി ഇറങ്ങി വന്ന ആ പെണ്ണിന്റെ അടുത്തേക്ക് ചെല്ലാം. അപ്പോഴത്തേക്കും ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഓ ഇപ്പോഴെങ്കിലും നീ വന്നല്ലോ, എത്ര നേരമായിടാ ഞാൻ ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നു. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? അത് പിന്നെ ഇതൊക്കെ നീ പിടിക്ക്. അത് ഇതെന്താ? വിഷു അല്ലേ, ഞാന് കുഞ്ഞിനും നിനക്കും കുറെ ഡ്രസ്സുകൾ മേടിച്ചു. ഓഹോ, കുഞ്ഞിനും എനിക്കും എന്തിനാ ഇപ്പൊ ഡ്രസ്സുകളൊക്കെ മേടിച്ചത്? എനിക്കിപ്പം ഡ്രസ്സൊന്നും അല്ല വേണ്ടത്, അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ തന്നെ നാളെ അങ്ങ് ഞാൻ പോകാൻ പോവാ, പിന്നെ എനിക്ക് എന്തിനാ ഡ്രസ്സ്? അങ്ങ് അങ്ങ് ഡ്രസ്സൊന്നും വേണ്ട എനിക്ക് അവിടെ പോകുമ്പോഴത്തേക്കും. എന്താ അവിടെ ചെന്നിട്ട് ഞാൻ അടിച്ചു പൊളിച്ച് നടക്കാനാണോ മരിച്ചിട്ട് അങ്ങ് പോകുന്നത്? നീ എന്താ ഈ കാണിക്കുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എൻ്റെ കുഞ്ഞ് അത് മാത്രമേ ഞാനിപ്പം എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുള്ളൂ. പിന്നെ ഒരുപാട് ഡോക്ടർമാരെ കണ്ടതാ, ഇനി എനിക്ക് രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇതുപോലെയുള്ള മോഹങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോളുടെ കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഉടനെ ഉണ്ടായേ പറ്റൂ. അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് മാത്രം എനിക്ക് കേട്ടാൽ മതി. എൻ്റെ മോള് അവളുടെ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിന്റെ പേര് പോലും പറയാതെ ഞാൻ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ ആ അവസ്ഥയെ നീ മുതലെടുക്കാൻ ശ്രമിക്കരുത്. അത് പിന്നെ അന്നത്തെ അഭിയല്ല ഞാൻ, എന്നിപ്പം കുറച്ചുകൂടെ പക്വതയുണ്ട് എനിക്ക്. അതുകൊണ്ട് നീ കരുതുന്ന പോലെ തെറ്റായ തീരുമാനങ്ങളൊന്നും ഞാൻ എടുക്കില്ല. അത് പിന്നെ അടുത്ത വിഷുവിന് എൻ്റെ കുഞ്ഞിൻ്റെ അരികിലെ ഞാൻ കാണില്ല, നിനക്കറിയാമോ? അതേപ്പറ്റി ചിന്തിക്കാതെ സന്തോഷത്തോടെ അവൾക്ക് വിഷു ആഘോഷിക്കാൻ കഴിയണം. അതാ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ മോൾക്ക് നീ ഞാൻ മരിക്കുന്ന അന്ന് നീ ഡ്രസ്സ് മേടിച്ചു കൊടുക്കേണ്ടതും അവൾ ആവശ്യപ്പെടുന്നതൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത്, അന്ന് അവൾക്ക് അച്ഛനും അമ്മയും ആകേണ്ടതും നീ തന്നെയാണ്. അത് പിന്നെ നീ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാനൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു. ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അഭി, അതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ട് ശരിയാവില്ല. നീ കല്യാണം കഴിച്ചോ, അതൊന്നും എൻ്റെ മോളുടെ ഭാവിക്ക് ഒരു തടസ്സമാകരുത്. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. നീ കല്യാണം കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യ. നിന്റെ വീട്ടുകാരെ മുഴുവനും എനിക്കറിയാം, പ്രത്യേകിച്ച് ആദർശ ഏട്ടനെ. അയാളുടെ പേര് പോലെ തന്നെ അയാള് ഒരു മാന്യനാ, ഒരു നല്ല മനുഷ്യനാ. അവരെ വന്ന് കാണാതെ ഞാൻ വഴി മാറി നടക്കുന്നത് വേറൊന്നുമല്ല, നിന്നെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാ, നീ ഉറപ്പ് തന്നത് കൊണ്ടാ. അത് പിന്നെ എല്ലാം ശരിയാകും. നീ ഒരാഴ്ച കൂടി എനിക്ക് സമയം താ. നീ ഇങ്ങനെ ഓരോരോ ഡേറ്റ് മാറ്റി പൊക്കോണ്ടിരിക്കുക. കഴിഞ്ഞ തവണ കണ്ടപ്പം നമ്മൾ ഉടക്കിയല്ലേ പിരിഞ്ഞത്, അത് നീ ഓർക്കുന്നില്ലേ? എനിക്ക് ഡോക്ടർമാർ ഇട്ടിരിക്കുന്ന കാലാവധി കഴിഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാം എനിക്കറിയാം. ദേ, നീ മോളോട് പറഞ്ഞേക്ക്, മോളുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് അവളുടെ അരികിലെത്തുമെന്ന്. അതിന് മാറ്റമൊന്നുമില്ല. മോൾക്ക് അച്ഛൻ്റെ ഹാപ്പി വിഷുവും പറഞ്ഞേക്കണം. നിന്നെ ഞാൻ വിളിച്ചോളാം, ഇത് മോൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ആ കവറും കൊടുത്തിട്ട് നമ്മുടെ അഭി പോവുകയാണ് കേട്ടോ. ഏതായാലും അഭിനെ വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ പെണ്ണ്. അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അഭി ഇപ്പൊ സംസാരിച്ചിട്ട് പോയത്. ആര് വിശ്വസിച്ച് പോകും? അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ സംസാരിച്ചത്. ഏതായാലും ആ ഒരു ആശ്വാസത്തിൽ ആ പെണ്ണിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അഭിയുടെ മനസ്സിൽ അതൊന്നും അല്ല കേട്ടോ. അഭിയുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും ആ കുട്ടീനെയും ഇവളെയും ഒഴിവാക്കണം. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ആർക്ക്? നന്ദുവിന്. അപ്പൊ നന്ദുവിന് SIയുടെ ആ ഒരു സെലക്ഷനൊക്കെ കിട്ടി, ക്യാമ്പിന് പോകുമല്ലേ. അപ്പൊ അതുകൊണ്ട് നന്ദുവിന്റെ സന്തോഷത്തിനും എല്ലാവരുടെയും സന്തോഷത്തിനും വേണ്ടി ഒരു നെക്ലേസ് ആട്ടോ ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മുടെ ദേവയാനി നന്ദുവിന്റെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും അത് കഴുത്തിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി നയനയ്ക്കും ദേവയാനിക്കും, അതുപോലെ കനകയ്ക്കും ഒക്കെ. അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, ഇതിപ്പം ചെറുതാണ് കേട്ടോ, മോളുടെ കല്യാണം ആവുമ്പം ഇതിനേക്കാളും വലിയ നല്ല ഡിസൈനുള്ള മാല നിന്റെ ചേച്ചി തന്നെ നിനക്ക് ഡിസൈൻ ചെയ്തു വരും. പിന്നെ ഇതുവരെ ഇറങ്ങാത്ത ഫാഷനിലുള്ള ഡിസൈനിലുള്ള മാലകളൊക്കെ ആയിരിക്കും നിനക്ക് നയന മോള് ചെയ്തു തരാൻ പോകുന്നത്. അപ്പൊ നയൻ പറഞ്ഞു, ഇവൾക്ക് അതിന് കല്യാണം ഒന്നും വേണ്ടെന്നല്ലേ പറയുന്നത്, അത് നന്ദുവാണോ തീരുമാനിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. SI പോസ്റ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് മോളെ അയാൾക്കൊപ്പം വിട്ടോളാം, നല്ല കുടുംബത്തിലേക്ക്. ഒരു പോലീസ് ഓഫീസർ ആകുന്നതായിരിക്കും ദേവയാനി ചേച്ചി നല്ലത്. അത് തന്നെ അങ്ങനെയൊക്കെ ഞാനും അങ്ങോട്ടേക്ക് പറയാൻ വന്നത്. ദേ, മോളൊരു പോലീസ് ഓഫീസറുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് കടന്നു ചെല്ലേണ്ടത്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അത് പിന്നെ അമ്മ ഇവക്കിപ്പം സിവിൽ സർവീസ് എഴുതണം എന്നാ പറയുന്നത്. ഓ, എങ്കിൽ പിന്നെ കല്യാണം കുറച്ചും കൂടെ നീട്ടിക്കൊണ്ട് പോവാന്നല്ലേ ഉള്ളൂ. എന്നാ പിന്നെ വേണ്ട, കല്യാണം നീട്ടിക്കൊണ്ട് പോകണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, കല്യാണം നടത്തിയിട്ട് സിവിൽ സർവീസ് എടുക്കാമല്ലോ. പിന്നെ ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഓർപ്പിക്കുക. അനിയുടെ കാര്യത്തിൽ മോള് അകലം പാലിക്കണം. മോൾക്ക് അനിക്ക് മോളോടും സ്നേഹം തന്നെയാ, അതെല്ലാവർക്കും അറിയാം. എങ്കിലും കുറച്ചു കാലത്തേക്ക് അവന്റെ മനസ്സിനെ വഴി തിരിച്ചു വിട്ടേ പറ്റൂ. അത് അവരുടെ ബന്ധത്തിന് അതാ നല്ലത്, അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കും. അപ്പം കനക പറഞ്ഞു, നന്ദൂട്ട കേട്ടല്ലോ പറഞ്ഞത്, ഇതെല്ലാവരും നിന്നോട് 100 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
അത് പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം മാത്രം നിനക്ക് അനുസരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നീ ചേച്ചിക്കും അറിയാം. അത് അനിയെ തീർത്തും അവോയ്ഡ് ചെയ്യുന്നത് അവന് വിഷമാകും. അതാ ഞാന് മോക്ക് അവനോട് നല്ല സ്നേഹമുണ്ട് മോളെ, എനിക്കറിയാം. ആ സ്നേഹം മോള് മനസ്സിൽ സൂക്ഷിക്ക്. ഒരു സൗഹൃദമായിട്ട് മാത്രം. അല്ലാതെ വേറൊരു തരത്തിൽ അത് പോകരുത്, മറ്റൊരു രീതിയിൽ കാണരുതെന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. അത് മോള് മനസ്സിലാക്കണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം അതിന് വിള്ളലുണ്ടാവുന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ. അത് വീടുകളിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഞാനൊരു സമ്മാനം തന്നിട്ട് മോളെ വിഷമിപ്പിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഏയ് ഇല്ല. അങ്ങനെയൊന്നും ഇല്ല ചേട്ടൻ്റെ അമ്മേ. എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. മോളും ഇടിക്കുക. ഇന്നത്തെ പെൺകുട്ടികൾക്കില്ലാത്ത പല കഴിവും മോൾക്കുണ്ട്, അതെനിക്കറിയാം. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആൺകുട്ടികളുടെ കരുത്തിനൊപ്പം പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന്. പക്ഷെ അതിനൊക്കെയുള്ള ഏറ്റവും വലിയ ഉത്തരം മോളെ പോലെയുള്ള പെൺകുട്ടികളാ. മോൾക്ക് അതിന് കഴിയും, ഉറപ്പായിട്ടും കഴിയും. അത് മോള് തെളിയിച്ചതാണല്ലോ. കരുത്തരായ ആണുങ്ങൾക്ക് പോലും മോളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അത്രയ്ക്ക് പവറുണ്ട് മോൾക്ക്. അതൊക്കെ നമ്മളെ സ്ത്രീകൾക്ക് അഭിമാനമല്ലേ. അതോടൊപ്പം തന്നെ മനസ്സിന് കുറച്ച് ബലവും വേണം. ഇനി ആ മനസ്സിന്റെ ബലം നമ്മൾ കൊണ്ടുവരണം. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചിലതൊക്കെ ത്യജിക്കാൻ തയ്യാറാകണം. ആദർശ് വന്നതുകൊണ്ട് ഇടയ്ക്ക് എല്ലാവരും ഒന്ന് ഭയന്നെങ്കിലും സത്യം പറഞ്ഞാലേ തൃപ്തിയോടെ ഞാനിപ്പോ തിരിച്ചു പോകുന്നത് അറിയാലോ. ഇനി ഈ നാടകം തുടരുന്നിടത്തോളം ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളെ കണ്ട് സംസാരിക്കുകയും ഒരുമിച്ച് ഇനി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും കനകി അങ്ങോട്ട് മാറിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിനെ നയനെ ഉപദേശിക്കാണ് കേട്ടോ. നന്ദു, അമ്മ പറഞ്ഞൊക്കെ കേട്ടല്ലോ. വെറുതെ നീ ആയിട്ട് ആരാമികയോടുള്ള വെറുപ്പ് അനിയുടെ മനസ്സിൽ കൂട്ടരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് നയനെയും മാറിപ്പോയി. ആകെപ്പാടെ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് നിൽക്കുകയാണ് നമ്മുടെ നന്ദു. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഇന്ന് നൈറ്റ് കാണണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അനി. അപ്പൊ അതുകൊണ്ട് ആകെപ്പാടെ കൺഫ്യൂഷനിലാണ് കേട്ടോ നമ്മുടെ നന്ദു ഉള്ളത്. ഈ സമയത്ത് ആ നെക്ലേസിൽ നോക്കിയിട്ട് എനിക്ക് ഇപ്പൊ കിട്ടിയ സമ്മാനത്തെക്കാളും ഒരുപാട് മൂല്യമുണ്ട് ഈ അനി തന്നെ മോതിരത്തിനും അനിയുടെ സൗഹൃദത്തിനും ഒക്കെ. പക്ഷെ അനി എന്ത് ചെയ്യാനാ, ഞാൻ നിസ്സഹായ അവസ്ഥയിലാണല്ലോ എന്ന്. ഈ സമയത്ത് വീണ്ടും നമ്മുടെ ആദർശിനെയും ജയനെയാണ് കേട്ടോ കാണിക്കുന്നത്. വണ്ടിയിൽ ഇരുന്ന് പോവുക തന്നെയാണ്. അങ്ങനെ ജയൻ ചോദിക്കല്ല, നീ ഓഫീസിൽ എല്ലാവർക്കും വിഷുക്കൊടി കൊടുത്തായിരുന്നോ? കൊടുത്തു, എല്ലാവർക്കും വിഷുക്കൊടി കൊടുത്തു. അച്ഛ, അത് പിന്നെ ഞാൻ നന്ദാവനത്തിൽ ചെന്നപ്പോഴേ അമ്മയുടെ കാർ അവിടെ ഉണ്ടായിരുന്നു. നയന ആ കാറിൽ വന്നെന്നാ എന്നോട് പറഞ്ഞത്. നയനമോൾ അങ്ങനെ അവളുടെ കാർ എടുത്തോണ്ട് പോകാറില്ലല്ലോ. ഞാൻ അവളെ കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തില്ല, പിന്നെ അവൾ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞ ഇതേ സംശയം എനിക്കും ഉണ്ട്. അതുകൊണ്ടാ ഞാൻ ഓഫീസിൽ വരാൻ വൈകിയത്. വല്ലാത്ത സംശയമായി എനിക്ക്. ഞാൻ അവിടെ ചെല്ലുമ്പം കാര്യമായിട്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലൂന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ കയറി ചെന്നപ്പം അത്രമാത്രം ഭക്ഷണം, അത് വിരുന്ന് ഒരുക്കിയ പോലെയാ ഫുഡൊക്കെ ഒരുക്കി വെച്ചിരുന്നത്. അതിനവിടെ വിരുന്നുകാരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അത് പിന്നെ അമ്മ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് വല്ലാത്തൊരു സംശയമുണ്ട്. അല്ല, അവളവിടെ ഉണ്ടെങ്കിൽ നീ അവിടെ കാണില്ലേ? അല്ല, നീ അവളെ അവിടെ കാണില്ലേ? അത് ഞാനേ എന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു റൂമുണ്ട്, ആ റൂമിൽ കയറാന് എന്നെ സമ്മതിച്ചില്ല. അതിൽ പൊടിയാണത്രേ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തി. എങ്കിൽ പിന്നെ നിനക്ക് ആ റൂമിൽ കയറി നോക്കായിരുന്നല്ലോ. അത് പിന്നെ അവളുടെ അച്ഛനൊക്കെ പറയുമ്പോ പിന്നെ അവരെ അവിശ്വസിക്കുന്നത് ശരിയല്ലല്ലോ. അതാ ഞാൻ കയറി നോക്കാതിരുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ വേറൊരു മുറിയിൽ കുറച്ചുനേരം ഇരുന്നിട്ടാ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇനി അമ്മായിയമ്മയും മരുമോളും തമ്മിൽ ഒന്നിച്ചോ നമ്മളെല്ലാവരെയും പറ്റിക്കുകയാണോ? അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത് ആദ്യം എന്നോടല്ലേ പറയേണ്ടത്? അത് ശരിയാ, അതാദ്യം നിന്നോടാ പറയേണ്ടത്. ദേവയാനി മറച്ചു വെച്ചാലും നയനമോൾ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് നിന്നോട് സംസാരിക്കേണ്ടതാ, സംസാരിച്ചിരിക്കും. എന്തായാലും ഇനി ഇതിനൊരു അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. ഞാൻ ഇത് കണ്ടുപിടിക്കാൻ തന്നെ ഇറങ്ങിത്തിരിക്കുക. അല്ല, ദേവയാനിക്ക് മരുമകളെ സ്നേഹിക്കുന്ന കാര്യം നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല മോനെ. എന്ന് വെച്ചാല് നയനമോള് കരള് ദാനമായി കൊടുത്തതിന് ശേഷം അതറിയാതെ ദേവയാനി ഒരുപാട് അവളെ താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ മറന്നിട്ട് മരുമകളെ സ്നേഹിച്ചാല് നമ്മുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? അതാണോ ഇനി? ഇനിയിപ്പൊ അമ്മ അത് മറച്ചു വെച്ചാലും നയന് അതൊരിക്കലും പറയാതിരിക്കാൻ പാടില്ല. വെറുതെ സംശയം ഉള്ളിൽ വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ മോനെ. നീ പറഞ്ഞ പോലെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞു മതി ഈ സംശയങ്ങളൊക്കെ. ദേവയാനി അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നത് നയനയുടെ വീട്ടിലേക്കാണെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് ഞാൻ പൂർണ്ണ പിന്തുണ മോന് തരിക. അമ്മ ഞാൻ അവളെ സ്നേഹിക്കണമെന്ന് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. അതിന് ഒരുപാട് നേർച്ച വരെ ഞാൻ നേർന്നിട്ടുണ്ട്, അറിയാലോ. അന്ന് മല ചവിട്ടിയത് വരെ അതിനാ. അതേസമയം തന്നെ നയന അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയെ അറിയാതെ അതെന്നോട് പറയേണ്ട ബാധ്യത നയനയ്ക്കുള്ളതല്ലേ. അതവള് ചെയ്തില്ല എങ്കിൽ അത് എനിക്ക് വലിയ വിഷമാച്ചാ. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല.
ഇതിന്റെ അവസാനം എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുക, അങ്ങനെ അവൾ അത് എന്നോട് പറഞ്ഞില്ല എങ്കിൽ അവള് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന തന്നെയായിരിക്കും അത് എന്നൊക്കെ പറയാം. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദനെ കാണിക്കും. അപ്പം ഗോവിന്ദന്റെ മുന്നിലേക്കാണെങ്കിൽ കനക ചെന്നിട്ട് പറയുക, അതേ നമ്മുടെ നന്ദുമോൾക്ക് നല്ലൊരു നെക്ലേസും ആയിട്ടാണ് വന്നിരിക്കുന്നത് ദേവയാനി ചേച്ചി, ദേ അത് കൊടുക്കുകയും ചെയ്തു, എന്ത് രസമാണെന്നോ കാണാന്. ഈ ഒരു സമയത്ത് നമ്മുടെ നന്ദാവനത്തില് ദേവയാനിയും അതുപോലെ തന്നെ നയനയും നവ്യയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി നന്ദുവിനെ പിടിച്ചോണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ നന്ദുവിനെ പിടിച്ചോണ്ട് വരുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ആദർശിന്റെ അമ്മേ? അത് പിന്നെ ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടല്ലേ ഞാൻ മേടിച്ചോണ്ട് വന്നത്. ഇനിയിപ്പം SI ആയിട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കല്യാണം ഉണ്ടാവുമല്ലോ. ഞങ്ങള് തന്നെ മുന്നിൽ നിർത്തി ഈ മംഗളകർമ്മം അങ്ങോട്ട് നടത്തി തരും. ദേവയാനി സ്വർണവും പണവും ഒന്നും ഇല്ലെങ്കിലും ഇപ്പോഴത്തെ എല്ലാവരുടെയും മാറ്റത്തില് ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെയാ. എനിക്കും അതിലേറെ സന്തോഷമുണ്ട് കനകെ. എന്തായാലും എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം, മോളുടെ വിവാഹം നടത്തണം. അതാ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത വിഷുവിന് മോളെ വിവാഹം കഴിക്കുന്ന ആളും ഇവിടെ വേണം, അതല്ലേ വേണ്ടത്? അത് പിന്നെ എനിക്ക് പെട്ടെന്നൊന്നും കല്യാണം വേണ്ടമ്മേ, എനിക്ക് കല്യാണത്തിനോടൊന്നും തീരെ താല്പര്യമില്ല. അപ്പൊ ദേവയാനി പറഞ്ഞു, മോക്ക് 10-24 വയസ്സ് കഴിഞ്ഞില്ലേ, കല്യാണപ്രായം ആകാറായില്ലേ? അപ്പൊ നവി പറഞ്ഞു, അവക്ക് ജോലിയൊക്കെ കിട്ടി ഈ നാട്ടിലെ ഗുണ്ടകളെയൊക്കെ ഒതുക്കിയിട്ട് കല്യാണം കഴിക്കാനായിരിക്കും അമ്മായി അങ്ങനെ പറയുന്നത്. അപ്പം കനക പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം കാക്കിയിട്ട് കഴിഞ്ഞാലേ പിന്നെ ഒരു ബാധ കയറിയ പോലെ ആയിരിക്കും. ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ട മാറ്റി വെക്കുന്ന ഒരു കാര്യവും വെക്കില്ല, പിന്നെ ഇവള് ഇടിയായിരിക്കും. അതാ ഞങ്ങളുടെ പേടി. കുടുംബമായിട്ട് ജീവിക്കുന്നവര് അധികം പ്രശ്നത്തിലേക്കൊന്നും പോയി ചാടരുത് കേട്ടോ മോളെ. അത് പിന്നെ തെറ്റ് കണ്ടാല് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ആദർശേട്ടന്റെ അമ്മേ. അപ്പൊ ഞാൻ ആരുടെയും മുഖം നോക്കാറില്ല, തെറ്റ് കണ്ടാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കും. അതൊക്കെ ശരിയാ. എന്നാ പിന്നെ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകള്. അതുമാത്രം മതിയോ? എന്തെങ്കിലും കഴിക്കാൻ കൂടി വേണ്ടേ? അയ്യോ തൽക്കാലം ഇപ്പൊ എനിക്കൊന്നും വേണ്ട കേട്ടോ, വയറു നിറഞ്ഞിരിക്കുക, അവിടെ എല്ലാവരും കാത്തിരിക്കുക, അവിടെ പോയി കഴിച്ചില്ലെങ്കിലേ മറ്റുള്ളവർ സംശയിക്കില്ലേ. അതുകൊണ്ട് കുറച്ച് ബാക്കി വെച്ചേക്കുക. എങ്കിൽ പിന്നെ മോളും ബാ, ഞാൻ പർച്ചേസ് കഴിഞ്ഞിട്ട് മോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. പിന്നെ വിഷു കഴിഞ്ഞ ഉടനെ മോളെ അങ്ങോട്ടേക്ക് തിരിച്ചയക്കണം കേട്ടോ. ഇനി തിരിച്ചയച്ചില്ലെങ്കിലും ബലമായിട്ട് കൂട്ടിക്കൊണ്ട് പോകുമല്ലോ ഈ നിൽക്കുന്ന അമ്മായിയമ്മ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നന്ദാവനത്തില് ഒരു കാറ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ആ കാറിനകത്ത് വേറെ ആരുമല്ല, നമ്മുടെ അഭിയാണുള്ളത്. പേടിച്ചു പോയില്ല ദേവയാനി. അഭി വന്നത് ഞെട്ടിപ്പോയി കേട്ടോ. അഭി ഇങ്ങോട്ട് കയറി വരുന്നു, ദേവയാനി അകത്ത് നിൽക്കുന്നു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നയന ദേവയാനിയും വിളിച്ചോണ്ട് ഓടുകയാണ്. ദേവയാനിയും പോയി നയനയും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അഭി കയറി വന്നു. അപ്പോഴത്തേക്കും കനക, ഇതാര്, അഭിമോനോ? അഭിമോന് എന്തു പറ്റി? എന്താ മോനെ ഈ ഒരു സമയത്ത് മോൻ വന്നത്? അല്ല ഒട്ടും പ്രതീക്ഷിക്കാതെ. അത് പിന്നെ വേറൊന്നും അല്ല, എന്റെ ഭാര്യ ഇവിടെയാണല്ലോ, അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മാനം കൊടുക്കാണ് കേട്ടോ. ഒരു സ്വർണത്തിന്റെ ഒരു സമ്മാനമാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ നവ്യക്ക്. ഒരു മോതിരം, ഒരു അടിപൊളി മോതിരം, നമ്മുടെ നവ്യക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ട് മോതിരം തന്നെയാണ്, ഒത്തിരി വലിയൊരു മോതിരം. എന്നിട്ട് പറഞ്ഞു, അമ്മയാകാൻ പോകുന്ന എന്റെ ഭാര്യയ്ക്ക് ചെറിയൊരു സമ്മാനമാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞു കൊടുത്തു. ഏത് ചെറിയ സമ്മാനമാണെങ്കിലും സ്വന്തം ഭർത്താവ് കൊടുക്കുന്നത് വലിയ സമ്മാനം തന്നെയാണല്ലോ. എന്നിട്ട് നമ്മുടെ അഭി പറഞ്ഞു, ഇത് നിന്റെ കയ്യിൽ ചേരുന്നുണ്ടെന്ന് നോക്ക്. അത് പിന്നെ ഇതൊക്കെ ചേരും, ഇത് നന്നായിട്ട് ചേരും. ഞങ്ങള് പോലും പ്രതീക്ഷിക്കാതെ മോള് ഞെട്ടിച്ചല്ലോ. അതുകൊണ്ട് മോള് മോനെയും കൂട്ടി അകത്തേക്ക് പൊക്കോ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ അവരെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഏതായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ദേവയാനി നയനയും അകത്ത് നിൽപ്പുണ്ട്. ഇവർ രണ്ടും അകത്തേക്കും അങ്ങ് പോയി കേട്ടോ. അപ്പോഴേക്കും ദേവയാനി ഇറങ്ങി വന്നു ഇവര് പോയപ്പോ. എന്നിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞാലേ ഇവിടെ നിന്നതുകൊണ്ട് നല്ല കാഴ്ച കാണാൻ പറ്റി. രക്ഷപ്പെട്ടല്ലോ. ദേ പിന്നെ ആരേലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞങ്ങള് കല്യാണിക്കൊപ്പം, ഞങ്ങളല്ല ഞാൻ കല്യാണിക്കൊപ്പം പർച്ചേസിന് പോയെന്ന് പറഞ്ഞാൽ മതി. ഏതായാലും മോൾ ഇവിടെ ഒത്തിരി സംസാരിച്ച് നിൽക്കണ്ട, പൊക്കോ. അപ്പം ദേവയാനി പറഞ്ഞു, ഏതായാലും നല്ല മാറ്റം ഉണ്ടല്ലോ അഭിയും നവിയും തമ്മില്. ഇനിയിപ്പം അനാമികയെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമായി എന്ന് കരുതിയാൽ മതി. അപ്പൊ ഇത് കേട്ട നന്ദുവിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പൊ നന്ദുവിനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം ദേവയാനി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, മോൾക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട് കേട്ടോ, അവ മോളുടെ അരികിലേക്ക് വന്നാലും അത് മോള് മൈൻഡ് ചെയ്യാനേ പോകരുത്. ഒരു കുടുംബ കലഹത്തിന് മോൾ ഒരിക്കലും കാരണമാകാൻ പാടില്ല. മോള് എന്നും നല്ല കുട്ടിയായിട്ടിരിക്കണം. എങ്കിൽ പിന്നെ നമുക്ക് പോകാൻ നയന, വാ ഞാനേ പോയി കാറി ഇരിക്കാം, മോള് പെട്ടെന്ന് ഇറങ്ങി വരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ. ദേവയാനി ഈ പോയ സമയത്ത് നമ്മുടെ നയന പുറകിലേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഭിയാണെങ്കിൽ കാറ് കണ്ടില്ലേ എന്നൊരു സംശയം ദേവയാനിക്ക്. അപ്പം ദേവയാനി ചോദിച്ചു, അല്ല എന്റെ കാർ അഭി കണ്ടില്ലേ? അതറിയില്ലല്ലോ, കണ്ടില്ലെന്നാ തോന്നുന്നത്, പെട്ടെന്ന് ഇറങ്ങി വന്ന ആ ഒരു ഇതിന് കണ്ടു കാണത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ദേവയാനി ഇറങ്ങി പോയി കേട്ടോ. അപ്പം കനക പറഞ്ഞു, ഗോവിന്ദേട്ട മക്കളുടെ
അവധി അല്ല, സോറി, മക്കളുടെ അവധിയല്ല, കല്യാണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വിഷു വരാൻ പോകുന്നത്. ഒരുപാട് സന്തോഷിക്കൊന്നും വേണ്ട. എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുക, അതാ വേണ്ടത്. ഒരുപാട് സന്തോഷിച്ചാലേ ഒടുവിൽ നമുക്ക് കരയേണ്ടി വരും. അങ്ങനെയാണല്ലോ എല്ലാ പ്രാവശ്യവും നമ്മുടെ വിധി എന്ന് പറയുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നന്ദുവിനെ കാണിക്കുകയാണ്. നന്ദു വീണ്ടും വിഷമത്തോടു കൂടി തന്നെയാട്ടോ നിൽക്കുന്നത്. കാരണം നന്ദുവിന് സന്തോഷിക്കാൻ ഒരു വകയുമില്ല. എല്ലാവരും മാറി മാറി ഉപദേശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അകത്താണെങ്കിൽ നമ്മുടെ അഭിയും നവ്യയും ഉണ്ട് കേട്ടോ. അഭിക്ക് എന്താ മാറ്റുന്നത് നമുക്കും അറിയാം. ഏതായാലും അഭിയുടെ മാറ്റവും എല്ലാവർക്കും വലിയൊരു ഞെട്ടല് തന്നെയാണ്. അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.